നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി വാർത്താ മഴ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തയിൽ നമ്മൾ തുടങ്ങുന്നു. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോര്. കാലവർഷക്കാലത്ത് രാഷ്ട്രീയ കേരളത്തെ ചൂട് പിടിപ്പിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ജൂൺ 19 വോട്ടെടുപ്പും 23 ഫലപ്രഖ്യാപനവും നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇടഞ്ഞ് PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് നേതാക്കൾ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇടഞ്ഞ PV അൻവറിന്റെ വെല്ലുവിളികളിൽ തുടങ്ങിയ രാഷ്ട്രീയ നാടകങ്ങളുടെ കൊട്ടിക്കലാശമാകും ജൂൺ 19. 23 ഫലപ്രഖ്യാപനം LDFന്റെയും UDFന്റെയും നെഞ്ചിടിപ്പേറ്റും. നാളെയാകും വിജ്ഞാപനം. ജൂൺ 2 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പത്രിക നൽകാൻ ഇനി 9 നാൾ മാത്രം. PV അൻവർ UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചതിനാൽ വിജയിക്കേണ്ടത് LDFന് അഭിമാന പ്രശ്നം. UDFന് വേണ്ടിയുള്ള നെറികെട്ട പ്രവർത്തനമാണ്, ജൂദാസിൻ്റെ രൂപമാണ് യഥാർത്ഥത്തിൽ അൻവറിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്ന കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തോടെ പകൽ വെളിച്ചം പോലെ വ്യക്തമാകുക. അൻവർ വിട്ടുപോയ സാഹചര്യം ഒരു തരത്തിലും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതല്ല. അൻവർ ഘടകം എന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വിഷയമല്ല. തിരഞ്ഞെടുപ്പിന് സജ്ജമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനെന്നും UDF. ഉജ്ജ്വലമായ വിജയം UDF അവിടെ നേടും. അൻവർ UDFന്റെ ഭാഗമായിരിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. UDF തീരുമാനമുണ്ട്. അത് എങ്ങനെയാണ് UDFന്റെ ഭാഗമാകുന്നതെന്ന് അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ പ്രവർത്തിക്കും. സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ വലിയ കാലതാമസമില്ലാതെ ഞങ്ങൾ നടത്തുന്നതാണ്. കോർ കമ്മിറ്റി ചേർന്ന സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വ്യക്തമാക്കി. ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ലക്ഷ്യമാണ്, രാഷ്ട്രീയ ലക്ഷ്യം മാത്രമല്ല, നാടിനെ നന്നാക്കാനും നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അത് ആണ് BJPന്റെ ഒരു കാഴ്ചപ്പാടും ലക്ഷ്യം. ജൂൺ 5 വരെ പത്രിക പിൻവലിക്കാം. UDFന്റെ കുത്തക മണ്ഡലമായിരുന്ന നിലമ്പൂർ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും PV അൻവറിലൂടെ LDF പിടിച്ചു. PV അൻവർ മറുപക്ഷത്തെത്തിയ ശേഷം ഇതാദ്യമായി നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക്. മഴ കനക്കുന്ന നിലമ്പൂരിൽ ഇനി 25 നാൾ രാഷ്ട്രീയ പോരും കടുക്കും. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ തൂങ്ങി മരിക്കാനായിരുന്നു ശ്രമം. അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ആരോഗ്യനില അതീവ ഗുരുതരമെന്നതായിരുന്നു. ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാനുള്ള വിശദാംശം? ഇതിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചതായി നമുക്കറിയാമോ? പ്രാഥമികമായ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയെക്കുറിച്ച് നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നില്ല. അതേസമയം പതിവ് രീതിയിൽ തന്നെയാണ് ജയിലിൽ കാര്യങ്ങളൊക്കെ നടന്നത്. നേരത്തെ തന്നെ, അതായത് ഇത് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ പറയട്ടെ, നേരത്തെ ഈ കുറ്റപത്രം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി അവസാന ഘട്ടം അഫാനെ കസ്റ്റഡിയിലെടുത്ത് വെഞ്ഞാറമൂട് പോലീസ് അടക്കം മൊഴിയെടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ തനിക്കിനി ജീവിക്കാൻ താല്പര്യമില്ല, താൻ ജയിലിൽ പോയാലും ആത്മഹത്യ ചെയ്യും, അത് വിചാരണയ്ക്ക് മുൻപ് തന്നെ പറ്റുമെങ്കിൽ അത്രയും വേഗത്തിൽ ആത്മഹത്യക്ക് ചെയ്യുമെന്ന് അഫാൻ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു എന്ന് ചില വിവരങ്ങൾ നമുക്ക് മുൻപേ തന്നെ ലഭിച്ചിരുന്നു. പക്ഷേ അഫാൻ ഈ രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതായാലും അല്പസമയം മുൻപ്, ഏതാണ്ട് 11:45 കൂടിയാണ് തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ കഴിഞ്ഞിരുന്ന അഫാൻ തൂങ്ങി മരിക്കാനുള്ളൊരു ശ്രമം ജയിലിനുള്ളിൽ നടത്തിയത്. അതായത് ഞായറാഴ്ച പതിവ് രീതിയാണ് ഈ പ്രതികളുടെ മെന്റൽ സ്റ്റെബിലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ നേരെയാക്കാൻ, വിചാരണ തുടങ്ങുന്നതിന് മുൻപ് പ്രതികളുടെ മെന്റൽ സ്റ്റെബിലിറ്റി അടക്കം നേരെയാക്കാൻ ഞായറാഴ്ച TV കാണിക്കുന്ന പതിവുണ്ട് ജയിലിൽ. അങ്ങനെ അഫാനെ TV കാണിക്കാൻ, അഫാൻ ഒറ്റയ്ക്ക് ഒരു സെല്ലിലായിരുന്നു പാർപ്പിച്ചിരുന്നത്. അയാളെ TV കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറക്കി. അങ്ങനെ പുറത്തേക്ക് ഇറക്കിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ജയിൽ ഉദ്യോഗസ്ഥൻ മാറിയ സമയത്ത് ശുചിമുറിയിൽ കയറി അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. തൂങ്ങി മരിക്കാനുള്ള ശ്രമമായിരുന്നു. ഉടൻ തന്നെ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചു. ആ കാഷ്വാലിറ്റിയിൽ നിന്ന് ഇയാളുടെ ആരോഗ്യനില ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ICUവിലേക്ക് ഇപ്പോൾ അഫാനെ മാറ്റിയിട്ടുള്ളത്. വിദഗ്ധ ഡോക്ടേഴ്സ് അടക്കം അഫാനെ പരിശോധിച്ച് വരികയാണ്. ഇയാൾക്ക് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി ഇപ്പോൾ അഫാൻ മെഡിക്കൽ കോളേജിൽ തുടരുന്നു എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിവരമാണ്. ഏതായാലും അല്പസമയം മുൻപാണ് ഈ സംഭവം, അസാധാരണമായ സംഭവം ജയിലിൽ നടക്കുന്നത്. 5 പേരെ, അതായത് പിതൃമാതാവ്, അതേപോലെ തന്നെ പിതൃ സഹോദരൻ, അയാളുടെ ഭാര്യ, സ്വന്തം സഹോദരൻ, സ്വന്തം പെൺസുഹൃത്തടക്കം 5 പേരെ കൊലപ്പെടുത്തുകയും അമ്മ ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ ഏക പ്രതിയാണ് അഫാൻ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതുമൂലമുണ്ടായ വൈരാഗ്യം അടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് താൻ ഈ കൊലപാതകം നടത്തിയതെന്ന് അഫാൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഏതായാലും ആ രീതിയിൽ ഈ കേസിന്റെ ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ
ആദ്യ കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ പ്രതിയായിട്ടുള്ള അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും അതൊരു നിർണായക വിവരമാണ്. അഫാന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ICUവിൽ വെന്റിലേറ്റർ സഹായത്തോടെ അഫാൻ കഴിയുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഇടയ്ക്കിടയ്ക്ക് അഫാന് ഫിക്സ് വരുന്നുണ്ട്. അതാണ് ഈ ചികിത്സയ്ക്ക് പ്രതിസന്ധിയാകുന്നത് എന്നുള്ള സൂചനകൾ എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ അല്പസമയം മുൻപാണ് ഈ രീതിയിൽ അഫാനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പൂജപ്പുര ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഈ കസ്റ്റഡിയിലെടുത്ത ശേഷം, അതായത് അവസാനഘട്ട കസ്റ്റഡി, അത് കുറ്റപത്രം തയ്യാറാക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ ഇപ്പോൾ പാങ്ങോട് പോലീസ്, അതായത് പിതൃമാതാവായിട്ടുള്ള സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. ഇനി പ്രധാനപ്പെട്ട കേസുകളിൽ വെഞ്ഞാറമൂട് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ് പ്രതിയുടെ ആത്മഹത്യാ ശ്രമം എന്നുള്ളതും ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അനുജ, ഷഫീദ്, നമുക്കറിയാം ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാൾ ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. ആ സമയം നമ്മൾ ആദ്യ നിമിഷം തന്നെ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടതുമാണ്, അയാൾ ആശുപത്രിയിൽ കഴിയുന്നതൊക്കെ. അന്ന് പക്ഷേ ഗുരുതരാവസ്ഥയായിരുന്നില്ല. പിന്നീട് ഷഫീദ് തന്നെ പറഞ്ഞതുപോലെ താൻ ആത്മഹത്യ ചെയ്യും എന്ന് പലകുറി അദ്ദേഹം വ്യക്തമാക്കിയതുമാണ് അഫാൻ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിലൊരു ശ്രദ്ധക്കുറവുണ്ടായോ എന്ന ചോദ്യം വീണ്ടും അവിടെ പ്രസക്തമല്ലേ? പലതവണ ഇയാൾ അത് പറയുകയും ഒരിക്കൽ ഇതിനു മുൻപ് ആത്മഹത്യാ ശ്രമം നടത്തിയതുമായൊരു പ്രതി. അനുജ, ഈ പോലീസിന് മൊഴി നൽകുന്ന സമയത്ത് അഫാൻ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ കൂട്ടക്കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് അഫാൻ ആദ്യം പറഞ്ഞ വിവരങ്ങളായിരുന്നില്ല. പിന്നീട് പോലീസ് കുറ്റപത്രത്തിലടക്കം കൺക്ലൂഷനായി പറഞ്ഞ കാര്യം, സാമ്പത്തിക ബാധ്യത അടക്കമുള്ള കാര്യങ്ങളിൽ പല സമയത്ത് പലത് അതൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളെ പോലൊക്കെ അഫാൻ പറഞ്ഞു. ഒരു പക്ഷേ പോലീസ് ഇതും കേട്ടത് അങ്ങനെയായിരിക്കാം. നമ്മളോട് ഔദ്യോഗികമായിട്ടായിരുന്നില്ല പോലീസ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. വളരെ അൺഒഫീഷ്യൽ ഒരു കാഷ്വൽ ടോക്കിനിടയിലാണ് അഫാന്റെ മൊഴി വിവരങ്ങളടക്കം, രണ്ടാം ഘട്ട മൊഴി വിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ആ രീതിയിൽ ചില കാര്യങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ശ്രദ്ധ കൊടുത്തില്ല. പകരം ഒരു പ്രതി സാധാരണഗതിയിൽ പറയാവുന്ന ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയിൽ പറയാവുന്ന കാര്യം അത് മാത്രമായിരിക്കാം, ആ രീതിയിലായിരിക്കാം അഫാന്റെ ആ പറച്ചിലുകളൊക്കെ ഒരു പക്ഷേ പോലീസ് കണ്ടത്. ഏതായാലും നിലവിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഒരു പ്ലാൻഡ് ആക്ഷനിൽ നമുക്ക് അതിനെ കാണാൻ കഴിയില്ല. കാരണം ഈ അഫാന്റെ പ്രത്യേക സാഹചര്യവും സ്വഭാവവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇയാളെ ആ ജയിലിൽ ഒറ്റയ്ക്കൊരു സെല്ലിൽ പാർപ്പിച്ചിരുന്നത്. അതിനുശേഷം ഈ TV കാണാൻ സാധാരണഗതിയിൽ പുറത്തേക്കിറക്കുന്നു. അങ്ങനെ പുറത്തേക്കിറക്കിയപ്പോഴാണ് അഫാന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടായത്. അതിൽ ഒരുപക്ഷെ ഒരു ശ്രദ്ധക്കുറവിന്റെ എലമെന്റ് ഒക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ വരും മണിക്കൂറുകൾ നമുക്ക് ചർച്ചയാക്കാം. പക്ഷേ ഇപ്പോൾ അഫാന്റെ ആരോഗ്യം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, അതിലാണ് പ്രധാനമായും പോലീസ് ഇത് കാണുന്നത്. ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ ഇതിന്റെ വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൂട്ടക്കൊലപാതകങ്ങൾക്ക് ശേഷം മദ്യത്തിൽ എലിവശം കലർത്തി ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം അഫാൻ നടത്തിയിരുന്നു. അത് മാത്രവുമല്ല, ജയിലിൽ പിന്നീട് കുഴഞ്ഞു വീണു. അതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ആത്മഹത്യാ ശ്രമം ഒന്നും വിജയം കണ്ടില്ല. മാത്രവുമല്ല, ഈ അഫാൻ മദ്യലഹരിയിലായിരുന്നു. ഈ കൂട്ടക്കൊലപാതക ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി ഇയാൾ കീഴടങ്ങുന്ന സമയത്ത് അപ്പോഴൊക്കെ പോലീസിനോട് പറഞ്ഞെങ്കിലും അന്ന് നമ്മൾ കണ്ടതാണ്, ഒരു വൈകുന്നേരമായിരുന്നു, ഒരു രാത്രി 7:30 സമയത്താണ്, 7 മണി സമയത്താണ് വിവരങ്ങളൊക്കെ പുറത്തു വരികയും നമ്മൾ ആ വാർത്ത പുറത്തുവിടുകയും ചെയ്തത്. അതിനുശേഷം അഫാൻ പോലീസ് സ്റ്റേഷൻ വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയ പിന്നാലെ അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കൊക്കെ പ്രവേശിപ്പിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അയാളുടെ ഹെൽത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നേതായാലും അപ്രതീക്ഷിതമായിട്ടാണ് അഫാൻ ഈ ആത്മഹത്യാ ശ്രമം പൂജപ്പുര ജയിലിൽ നടത്തിയത്. വിചാരണയ്ക്ക് തൊട്ട് മുൻപ്, പക്ഷേ വിചാരണ വളരെ പെട്ടെന്ന് തുടങ്ങാനിരിക്കുകയായിരുന്നു. തൊട്ട് മുൻപാണ് അഫാന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത്. അനുജ, നിലവിൽ അയാൾ മെഡിക്കൽ കോളേജിലാണ്, വെന്റിലേറ്ററിലാണോ? നിലവിലിപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഇയാളുടെ പൾസ് അടക്കമുള്ള കാര്യങ്ങളിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇയാൾക്ക് ഫിക്സ് വന്നത്. തുടർന്ന് ICUവിലേക്ക് മാറ്റി. മാത്രമല്ല, ICUവിൽ നിന്ന് ഇപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി. അതീവ ഗുരുതര സാഹചര്യം എന്നുള്ള കാര്യം പരിഗണിച്ചുകൊണ്ടാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുള്ളത്. വിദഗ്ധ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തി തുടർ ചികിത്സ അതടക്കമുള്ള കാര്യങ്ങൾ നടത്തി വരികയാണ്. അഫാന് മറ്റു കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. പക്ഷേ ഇയാൾ ഈ ഹാങ് ചെയ്ത സമയത്ത് അത് നന്നായി ആ ഹാങ് വീണു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രാഥമിക വിവരം. അങ്ങനെയാണ്. മാത്രമല്ല, ഇയാളെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോഴും പൾസ് ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ വെന്റിലേറ്ററിലാണ് അഫാൻ എന്നുള്ള വിവരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ശുചിമുറിയിൽ തൂങ്ങി മരിക്കാനുള്ള ശ്രമമായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലവിൽ വെന്റിലേറ്ററിലാണ് അഫാൻ ഉള്ളത്. ആരോഗ്യനില അതീവ ഗുരുതരം എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ നൽകിയത്. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയെ ഇന്നോ നാളെയോ പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്തിന്റെ പേരിനാണ് പ്രഥമ പരിഗണന. DCC പ്രസിഡന്റ് VS ജോയും പരിഗണനാ പട്ടികയിലുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് UDFൽ തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത്. മുൻ ഉപതെരഞ്ഞെടുപ്പുകളിലേതുപോലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കാനുള്ള സജീവ ചർച്ചകളാണ് UDF ക്യാമ്പിൽ നടക്കുന്നത്.
എന്നാൽ ഇപ്പോഴും ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ആര്യാടൻ ഷൗക്കത്തോ VS ജോയിയോ എന്നതാണ് ചോദ്യം. മുസ്ലിം ലീഗ് നേതൃത്വം KPCC അധ്യക്ഷനുമായും UDF ചെയർമാനുമായും സംസാരിച്ചു. AICC ഇന്ന് രാത്രിയോ നാളെയോ ആയി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. സ്ഥാനാർത്ഥി ആരായാലും വിജയിക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് 24-നോട്. ചുമരെഴുത്തുകൾ പോലും സ്ഥാനാർത്ഥിയുടെ പേര് വെക്കാതെ ചുമരെഴുത്തുകൾ പോലും നിങ്ങൾക്ക് നിലമ്പൂർ പോയാൽ കാണാൻ പറ്റും. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇത്രമാത്രം ഞങ്ങളൊരു മുന്നൊരുക്ക പ്രവർത്തനം ഇതിനു മുൻപ് ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തിയിട്ടില്ല. അത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് പോകുന്നത്. നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടുമെന്ന് ഉപതെരഞ്ഞെടുപ്പ് ചുമതലയുള്ള KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. ഈ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളായി കഴിഞ്ഞു. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ LDF ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ വിധിയെഴുത്താവും. വലിയ ഭൂരിപക്ഷത്തിന് UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കും. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം UDF മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. ഒന്നാം ഘട്ട കൺവെൻഷനുകളും കഴിഞ്ഞു. അസ്വാരസ്യങ്ങളില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞാൽ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് UDF പട. 24 മലപ്പുറം. ആര്യാടൻ ഷൗക്കത്ത് VS ജോയ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ തുടക്കം തൊട്ടേ ഉയർന്നു കേട്ട 2 പേരുകൾ. ഇവരിൽ ആരാകും നിലമ്പൂരിൽ ഇറങ്ങുക എന്ന ചോദ്യത്തിന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് എന്താണ് കേൾക്കാം. അപ്പം നിലമ്പൂര് UDF സുസജ്ജമാണ്, സുശക്തമാണ്, വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. LDF സർക്കാരിനെതിരായിട്ടുള്ളൊരു ജനവിധി കേരളം ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. നല്ല സ്ഥാനാർത്ഥികളുണ്ട്, ഒന്നിലേറെ സ്ഥാനാർത്ഥികളുണ്ട്. എല്ലാം പരിഗണിച്ച് ഒറ്റ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിച്ചേരും നേതൃത്വം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കേണ്ടത്. കേരളത്തിൽ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു റിപ്പോർട്ട് ഞങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കും. PV അൻവറിന് ഇനി കേരള രാഷ്ട്രീയത്തിലെ റോൾ എന്ത് എന്നതിനുള്ള ഉത്തരം കൂടിയാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അൻവറിന്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ നിലമ്പൂരിൽ UDF ജയം അനിവാര്യമാണ്. തിരിച്ചടിയേറ്റാൽ PV അൻവറിന് മുന്നിൽ തെളിയുന്നത് വലിയ ചോദ്യചിഹ്നമാകും. നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഒരിക്കലും LDFനോ CPMനോ ഒരു സുരക്ഷിത മണ്ഡലമായിരുന്നില്ല. തുടർച്ചയായ 2 തവണ PV അൻവർ ജയിച്ചു കയറിയെങ്കിലും അതിൽ പ്രാദേശികവും അൻവർ ഘടകവും നിർണായകമായിരുന്നു. MR അജിത് കുമാറിലും പോലീസിലും ഉടക്കിപ്പിണങ്ങിയ PV അൻവറിന്റെ LDF പടിയിറക്കം പെട്ടെന്നായിരുന്നു. ഇനി അൻവറിന് മുന്നിൽ UDF മാത്രം. രാഷ്ട്രീയ അഭയം UDFൽ ഉറപ്പിക്കണം. അതിന് ഉപതെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാണെന്ന് അൻവറിനും അറിയാം. ഉപതെരഞ്ഞെടുപ്പിൽ VS ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആദ്യം ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അത്തരം ഉപാധികളൊന്നുമില്ല. കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏത് ചെകുത്താൻ മത്സരിച്ചാലും ആര് മത്സരിച്ചാലും അതൊരു വിഷയമേ അല്ല. ഞാൻ പറഞ്ഞില്ല, ആര് മത്സരിച്ചാലും അത് കേരളത്തിലെ ജനങ്ങളെ 3.5 കോടിയുടെ പ്രതിനിധിയായിട്ടാണ് അവിടുത്തെ വോട്ടർമാർ കാണാൻ പോകുന്നത്. ഔദ്യോഗികമായി UDF പ്രവേശം പൂർത്തിയായില്ലെങ്കിലും PV അൻവറിന്റെ പിന്തുണയും സ്വാധീനവും ഉപയോഗിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം. PV അൻവർ ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളെ കൂട്ടായി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. നിലമ്പൂരിൽ LDFന് കോൺഗ്രസിനെ നേരിടുന്നതിനൊപ്പം അൻവറിന്റെ നീക്കങ്ങളെയും നേരിടേണ്ടി വരും. അൻവറിനെ കടന്നാക്രമിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് CPM ശ്രമിക്കുക. UDFന് വേണ്ടിയുള്ള ഒരു നെറികെട്ട പ്രവർത്തനമാണ്, ജൂദാസിൻ്റെ രൂപമാണ് യഥാർത്ഥത്തിൽ അൻവറിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്ന കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തോടെ പകൽ വെളിച്ചം പോലെ വ്യക്തമാകുക. ചുരുങ്ങിയ കാലം കൊണ്ട് സൃഷ്ടിച്ചെടുത്ത രാഷ്ട്രീയ സ്വാധീനം സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങുന്നതല്ല എന്നുകൂടി അൻവറിന് തെളിയിക്കേണ്ടതുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണം ഇക്കുറിയും CPIM ആവർത്തിക്കുമോ എന്നാണ് നിലമ്പൂർ ഉറ്റുനോക്കുന്നത്. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാകും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. അൻവർ പോയെങ്കിലും ചിട്ടയായ പ്രവർത്തനം കൊണ്ട് വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടിയും മുന്നണിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ക്വാർട്ടർ ഫൈനലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. മുഖ്യമന്ത്രിയുമായി കൊമ്പുകോർത്ത് മുന്നണി വിട്ട അൻവറിന് ശക്തി തെളിയിക്കാനുള്ള ഏക അവസരം. അതിനാൽ CPIMന് ഇത് അഭിമാന പോരാട്ടം. കോൺഗ്രസ് കുത്തക പൊളിച്ചത് പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായാണ്. സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ മികവല്ല എന്ന് തെളിയിക്കാൻ CPMന് നിലമ്പൂരിൽ ജയിച്ചേ തീരൂ. മലപ്പുറം DYFI ജില്ലാ പ്രസിഡന്റ് P. ഷബീർ, വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൊറോണ റോയ്,
KPCC മുൻ നിർവാഹക സമിതി അംഗവും സ്വതന്ത്രനുമായ M. തോമസ് മാത്യു എന്നിവരുടെ പേരുകളാണ് മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സ്വരാജ് നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താഴെ തലം വരെയുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനം വളരെ സജീവമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും പ്രവർത്തനം നടന്നു വരികയും ചെയ്യുകയാണ്. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ തിളക്കമാർന്ന ഒരു മുന്നേറ്റത്തിന് കുതിപ്പിന് സാധ്യതയുള്ള ഒരേ ഒരു മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ്. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ശേഷം CPM ചിഹ്നത്തിൽ മത്സരിച്ച ആരും നിലമ്പൂരിൽ ജയിച്ചിട്ടില്ല. 1967 K. കുഞ്ഞാലിയാണ് CPM ചിഹ്നത്തിൽ ഒടുവിൽ മത്സരിച്ച് ജയിച്ചത്. 2016 PV അൻവറിലൂടെ മണ്ഡലം ഇടതുപക്ഷം തിരിച്ചുപിടിച്ചു. സ്വന്തം നിലയിൽ വിജയിക്കാനാവില്ലെന്ന തിരിച്ചറിവാണ് പൊതു സ്വീകാര്യരെ പാർട്ടി അന്ന് പരീക്ഷിച്ചത്. ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമെന്ന സാഹചര്യം മുന്നിൽ കണ്ട് മാസങ്ങൾക്ക് മുൻപേ പാർട്ടി ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 24 മലപ്പുറം. ഈ പെരുമഴക്കാലത്ത് നിലമ്പൂർ സാക്ഷ്യം വഹിക്കുക നിലംതൊട രാഷ്ട്രീയ പോരിനായിരിക്കും. PV അൻവർ ഏൽപ്പിച്ച ആഘാതം മറികടക്കാൻ നിലമ്പൂർ വിജയിക്കേണ്ടത് LDFന്റെ ആവശ്യമാണ്. സംഘടനാ തലപ്പത്ത് മാറ്റം വന്ന ശേഷം കോൺഗ്രസിന്റെയും BJPയുടെയും ആദ്യ തെരഞ്ഞെടുപ്പ് പരീക്ഷണ വേദി കൂടിയാണ് നിലമ്പൂർ. ഇക്കഴിഞ്ഞ നാളുകളിൽ കേരളം ഏറ്റവുമധികം ചർച്ച ചെയ്ത വന്യജീവി ആക്രമണം, പ്രളയവും മഴക്കെടുതിയും ഇതെല്ലാം നേരിട്ട മലയോര നിയോജക മണ്ഡലമാണ് നിലമ്പൂർ. ഇതിനെല്ലാം പുറമെയാണ് PV അൻവറിലൂടെ നിലമ്പൂർ രാഷ്ട്രീയ കോളിളക്കത്തിനും വേദിയായത്. പിണറായിയുടെ വിശ്വസ്തനിൽ നിന്ന് കടുത്ത എതിരാളിയിലേക്കുള്ള അൻവറിന്റെ മാറ്റത്തിൽ രാഷ്ട്രീയ കേരളം കുലുങ്ങി. അൻവറിലൂടെ പിടിച്ചെടുത്ത മണ്ഡലം അൻവർ പോകുമ്പോൾ കൈവിടുന്നത് CPIന് ആലോചിക്കാൻ വയ്യ. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള നിലമ്പൂർ പോര് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചർച്ചയും ഇതോടൊപ്പം ഉയരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താഴെ തലം വരെയുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനം വളരെ സജീവമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും പ്രവർത്തനം നടന്നു വരികയും ചെയ്യുകയാണ്. 2016 കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യം പ്രതിപക്ഷത്തിനുണ്ട്. എന്നാൽ അതിലേറെ പ്രതിപക്ഷ പ്രവർത്തനത്തിന് മാർക്ക് എത്രയെന്ന ഹിതപരിശോധന കൂടിയാകും നിലമ്പൂർ. UDFിലും കോൺഗ്രസിലും നേതൃമാറ്റമുണ്ടായ ശേഷമുള്ള ആദ്യ പരീക്ഷണം. നിലമ്പൂർ UDF സുസജ്ജമാണ്, സുശക്തമാണ്. വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. LDF സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവിധി കേരളം ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ 10,000-ൽ താഴെ മാത്രമാണ് നിലമ്പൂരിലെ BJP വോട്ട്. പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ തന്ത്രങ്ങൾ നിലമ്പൂരിൽ പ്രതിഫലിക്കുമോ എന്നതും കൗതുകമാകും. മൊത്തം കേരളയിൽ സ്ഥിതി അത് നിലമ്പൂരിലും ഉണ്ടല്ലോ. അവിടെയും വികസനം നടന്നിട്ടില്ല. വികസിത കേരളം എന്ന് പറഞ്ഞ് ഒരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു ലക്ഷ്യം, ഒരു ദൗത്യം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ ജനങ്ങളുടെ ഒരു അക്സെപ്റ്റൻസ് കാണുന്നുണ്ട്. ജനങ്ങൾക്കും വേണം ഒരു മാറ്റം. നിലമ്പൂരിന്റെ സാമുദായിക സമവാക്യങ്ങളും ഇനിയുള്ള നാളുകളിൽ രാഷ്ട്രീയ ചിത്രമായി തെളിയും. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ സിറ്റിംഗ് സീറ്റുകൾ അതത് മുന്നണികൾ തന്നെയാണ് നിലനിർത്തിയത്. ഇക്കുറി നിലമ്പൂരിൽ അത് മാറുമോ? രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്. ഷെഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക്. കൊച്ചി തീരത്തിനടുത്ത് അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ ചരക്ക് കപ്പൽ മുങ്ങി. കപ്പലിന്റെ ക്യാപ്റ്റനെ ഉൾപ്പെടെ 3 നാവികരെയും പുറത്തെത്തിച്ചു. ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്നായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. ലൈബീരിയൻ കപ്പലിനായി 20 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനമാണ് നാവികസേനയും കോസ്റ്റ് ഗാർഡും നടത്തിയത്. കപ്പലിലുണ്ടായിരുന്ന 24 നാവികരെയും രക്ഷിച്ചു. ഡിഗ്രി ചെരിഞ്ഞ കപ്പൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ ശ്രമം നടന്നുവെങ്കിലും രാവിലെ 7:30 MC എൽസ 3 കടലിൽ പൂർണ്ണമായും മുങ്ങിത്താന്നു. കപ്പലിനുള്ളിലെ സൾഫർ അടങ്ങിയ ഓയിൽ കടലിൽ പരക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കോസ്റ്റ് ഗാർഡിന്റെ ICG സഖ്യവും എയർക്രാഫ്റ്റും പരിശോധന തുടരുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട നാവികരെ INS സുജാതയിലും ICG ആർണിവേഷിലുമായി കൊച്ചിയിലേക്ക് എത്തിച്ചു. ഇന്നലെ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ കൊച്ചി പോർട്ടിൽ അടുപ്പിക്കുന്നതിന് 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ചെരിഞ്ഞത്. എന്താണ് അപകട കാരണമെന്ന് ഇനിയും വ്യക്തമല്ല. ഷിപ്പിംഗ് കമ്പനി അപകടത്തിൽ വിശദമായ അന്വേഷണം നടത്തും. 24 കൊച്ചി.
കപ്പലിൽ നിന്ന് രക്ഷിച്ച നാവികരെ ഇപ്പോൾ കരയിൽ എത്തിച്ചിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായുണ്ട്. വിഷ്ണു, മുഴുവൻ പേരെയും സുരക്ഷിതമായി തന്നെ കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പുതിയ വിവരങ്ങൾ നൽകാനുള്ളത് എന്താണ്? ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ ക്യാപ്റ്റനെ ഉൾപ്പെടെ തീരത്തേക്ക് എത്തിക്കുന്നതാണ്. ലൈബീരിയൻ ചരക്ക് കപ്പലാണ് മുങ്ങിയത്. ക്യാപ്റ്റനെ ഉൾപ്പെടെ 3 നാവികരെയും പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. രക്ഷാപ്രവർത്തകരെ ഇപ്പോൾ കരയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ അല്പസമയം മുൻപ് നടത്തിയ രക്ഷാപ്രവർത്തനം അവരെ കരയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പക്ഷേ ഇതിലൊരു ആശങ്കയുള്ളത് കണ്ടെയ്നറുകൾ വീണിട്ടുണ്ട് കടലിലേക്ക് എന്നുള്ളതാണ്. അത് തീരത്തേക്ക് അടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു, വിശദാംശങ്ങൾ. അനുജ, ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അർണവേഷ് എന്ന കപ്പലാണ് ഈ കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് ജെട്ടിയിലേക്ക് അടുക്കുന്നത്. ഇന്നലെ ഈ സംഭവം നടന്ന 1:30 മുതൽ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചത് ഈ കപ്പലാണ്, ICG അർണവേഷ്. ഇതിനകത്താണ് ഇപ്പോൾ 21 നാവികർ, ഈ ലൈബീരിയൻ കപ്പലിലുണ്ടായിരുന്ന 21 നാവികരെ രക്ഷിച്ച് ഈ കപ്പലിലാണ് ICG ജെട്ടിയിലേക്ക് എത്തിക്കുന്നത്. വളരെ ശ്രമകരമായ രക്ഷാപ്രവർത്തനം വളരെ വിരോചിതമായി നടത്തിയ ശേഷമുള്ള ഒരു മടങ്ങിവരവാണ്. ആളുകളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി. കപ്പൽ രക്ഷപ്പെടുത്താനായില്ലെങ്കിൽ പോലും ആളുകളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി. ആളുകളുടെ കാര്യത്തിലായിരുന്നു നമുക്കൊരാശങ്ക ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നത്. കാരണം 24 നാവികർ അതിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ആദ്യം പുറത്തു വന്നത്. കൃത്യമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ 24 പേരെയും ഒരു പോറൽ പോലും ഏൽക്കാതെ കൃത്യമായി രക്ഷപ്പെടുത്താൻ സാധിച്ചത്. അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. ICG അർണവേഷാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. അതോടൊപ്പം തന്നെ ICG സക്ഷമുണ്ട്. സക്ഷം ഇപ്പോഴും ഈ അപകട സ്ഥലത്ത് തുടരുകയാണ്. അവിടെ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ കപ്പലിൽ നിന്നുള്ള ഇന്ധനങ്ങൾ എങ്ങോട്ടെങ്കിലും ചോരുന്നുണ്ടോ അല്ലെങ്കിൽ അത് കടലിലേക്ക് അലിഞ്ഞു കയറുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി സക്ഷം ഇപ്പോഴും തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നേവിയുടെ സുജാതയുണ്ട്. സുജാത അല്പസമയം മുമ്പാണ് INS സുജാത ഷിപ്പ് അല്പസമയം മുമ്പാണ് നേവി ആസ്ഥാനത്ത് അടുത്തത്. അതിനകത്ത് ഈ കപ്പലിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകളുണ്ട്. ഈ 3 ഷിപ്പുകളാണ് പ്രധാനമായി രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായത്. ഒരു ഷിപ്പ് INS ഇന്ത്യൻ നേവിയുടെയും അതോടൊപ്പം 2 ICGയിലെയുമാണ്. ഒരു എയർക്രാഫ്റ്റും ഇപ്പോൾ അവിടെ നിരീക്ഷണത്തിലുണ്ട്. കൂടുതൽ ഈ ICG ഷിപ്പുകൾ ഇവിടെ നിന്ന്, അതായത് സക്ഷം തിരിച്ചു വരുന്നതനുസരിച്ച് ഒരു ഷിപ്പ് കൂടി ഈ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ജെട്ടിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഈ അപകട സ്ഥലത്തേക്ക് പോകുമെന്നാണ് മനസ്സിലാകുന്നത്. നിരീക്ഷണം തുടരാനാണ് നിലവിൽ തീരുമാനം. കാരണം ഇതിന് ഈ കപ്പൽ മുങ്ങിയ പശ്ചാത്തലത്തിന് അതിൻ്റെ അകത്തുള്ള ഈ ഫർണസ് ഓയിലും ഡീസലും ഒക്കെ അടങ്ങുന്ന വസ്തുക്കൾ ഈ വെള്ളത്തിലേക്ക് അലിഞ്ഞു കയറാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആ സ്പോട്ടിൽ വെച്ച് തന്നെ ബൂം ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ICG കപ്പലുകൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അത് സ്പോട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എയർക്രാഫ്റ്റുകൾക്കാണ്. എയർക്രാഫ്റ്റുകൾ അത് കൃത്യമായി നിരീക്ഷിച്ച് ശേഷം ഈ കപ്പലുകൾ അത് ബൂം ചെയ്ത് അവിടെ വെച്ച് തന്നെ പ്രതിരോധിക്കും. പരമാവധി കരയിലേക്ക് എത്തുന്നതിന് മുൻപ് വരെ പ്രതിരോധിക്കാനുള്ള നടപടികളാണ് നിലവിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നേവിയും സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഭവങ്ങൾക്ക് തുടക്കം ഇങ്ങനെയാണ്. വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട ഈ ലൈബീരിയൻ കപ്പൽ ഏകദേശം തോട്ടപ്പള്ളിക്ക് സമീപത്ത് നിന്ന് വെച്ചാണ്, ഏകദേശം 20 കിലോമീറ്റർ അകത്ത് വെച്ചാണ് കപ്പൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത്. അത് രക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടായെങ്കിലും ഇന്ന് 7:30 കപ്പൽ പൂർണ്ണമായും മുങ്ങിപ്പോവുകയായിരുന്നു. കപ്പലിനകത്തുണ്ടായിരുന്ന നാവികരെ എല്ലാവരെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം നേവിയും ചേർന്ന് രക്ഷപ്പെടുത്തി. അത് അവരുടെ ഒരു വലിയ നേട്ടമായി തന്നെ കണക്കാക്കാം. അനുജ, തീർച്ചയായും ആ നാവികരെ കരയിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മുങ്ങിയ MSCയുടെ എൽസ 3 ഫീഡർ കപ്പലിൽ ആകെ ഉണ്ടായിരുന്നത് 643 കണ്ടെയ്നറുകളാണ്. ഇവയിൽ 40 എണ്ണമാണ് കടലിൽ വീണത്. തീരദേശത്ത് എന്തെങ്കിലും കണ്ടാൽ 112, അതായത് 112 വിളിച്ചറിയിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് പറഞ്ഞു. കപ്പൽ മുങ്ങിയ സ്ഥലത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ പരിധിയിൽ മത്സ്യബന്ധനം നടത്തരുത്. കണ്ടെയ്നറുകൾ തൊടാനോ അടുത്തു പോകാനോ പാടില്ല. 2 കപ്പലുകൾ പശ്ചിമ തീരത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും ശേഖർ കുര്യാക്കോസ് പറഞ്ഞു. ഞങ്ങൾക്ക് പൊതുസമൂഹത്തിനോട് ഇന്ന് പറയാനുള്ളത് ഇന്നലെ പറഞ്ഞത് തന്നെയാണ്. ദയവായി തുടരുത്, അടുത്തു പോകരുത്, പരമാവധി 200 മീറ്ററെങ്കിലും മാറി നിൽക്കുക. നാഷണൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഡയറക്ടർ ജനറൽ തന്നെ അത് സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് ചെയ്യുക എന്നുള്ളത്. നിലവിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഡൊണിയറും 2 കപ്പലുകളും എണ്ണപ്പാടയെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ, ഡിസ്പേഴ്സൻസ് ഉൾപ്പെടെയുള്ളത് അവിടെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ മത്സ്യബന്ധനം നടത്തരുത് എന്നാണ് ആ നിർദ്ദേശം ഇന്ന് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി എല്ലാ തീരദേശ ജില്ലകൾക്കും നൽകിയിട്ടുണ്ട്.
ഇനി മഴയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 2 മരണം. തൃശൂരിൽ മധ്യവയസ്കൻ ഷോക്കേറ്റ് മരിച്ചു. പഴയന്നൂർ സ്വദേശി ഗുരുവായൂരപ്പനാണ് മരിച്ചത്. ഇടുക്കിയിൽ പാമ്പാടുംപാറയിൽ മരം വീണ് പരുക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യമുണ്ടായി. മധ്യപ്രദേശ് സ്വദേശി മാലതിയാണ് മരിച്ചത്. അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 3950 ക്യാമ്പുകൾ പ്രാഥമികമായി സജ്ജീകരിച്ചുവെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ 24-നോട് പറഞ്ഞു. 3950 ക്യാമ്പുകളിലായി 5,29,539 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാണുന്നത്. NDRFന്റെ 5 സംഘങ്ങൾ കേരളത്തിൽ വിവിധ ഇടങ്ങളിലായി ഇപ്പോൾ വിന്യസിപ്പിച്ചിട്ടുണ്ട്. 4 സംഘങ്ങൾ കൂടി ജൂൺ 1 കേരളത്തിലേക്ക് എത്തിച്ചേരും. ആർമിയുടെ 11 കോളവും DSAയുടെ 2 കോളവും ഇൻഡോ ടിബറ്റൻ ബോർഡർ സേനയുടെ 1 യൂണിറ്റും CRPF, CISF തുടങ്ങിയിട്ടുള്ള പ്രതിരോധ സംഘങ്ങളുടെ 100 പേർ വീതവും എയർഫോഴ്സിന്റെയും നേവിയുടെയും സംവിധാനവും എല്ലാം കേരളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏത് ഘട്ടത്തിലും അക്കാര്യങ്ങൾ ആവശ്യമായ വിധത്തിൽ ഉപയോഗിക്കാം എന്ന് കാണുന്നുണ്ട്. സംസ്ഥാനത്തെ 5 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആണ്. മേഘന മുരളി, ഒപ്പം തന്നെ വിപിൻ സി വിജയൻ, അരുൺ പൂപ്പറമ്പ, അമൽ സുരേന്ദ്രൻ, റാഫി കരീം എന്നിവർ വിശദാംശങ്ങളുമായിട്ട്. ആദ്യം മേഘന മുരളിയിലേക്ക്. മേഘന, ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ്? അതിശക്തമായ മഴ സംസ്ഥാനത്ത് തുടരും എന്നാണോ? അനുജ, അങ്ങനെ തന്നെയാണ്. കാലവർഷം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഇനി അതിതീവ്ര മഴ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അതിൽ പ്രധാനമായും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശമായി വരുന്നത് ഈ അതിതീവ്ര മഴ പെയ്യുമ്പോൾ അപകട സാധ്യതാ മേഖലകളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. ഇപ്പോഴും നാളെയും മറ്റന്നാളും അടക്കം അതിതീവ്ര മഴ തുടരുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു പ്രവചനമായി വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും 5 ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. അതായത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ വടക്കൻ ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരും. അതായത് അതിതീവ്ര മഴയും അതിശക്തമായ മഴയും തന്നെ പ്രതീക്ഷിക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നാളെ 11 ജില്ലകളിൽ സംസ്ഥാന വ്യാപകമായി തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് 11 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാണ് ഒരു മഴ പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതായത് ഇനി വരുന്ന ദിവസങ്ങളിലും അതിതീവ്ര മഴ പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾക്കും ഈ കടലിൽ പോകുന്നതിൽ വിലക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്ക് അടക്കം അത്തരത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കടക്കം പ്രവേശനം വിലക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. അതായത് അപകട മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. അതിൽ 47 കുടുംബങ്ങളെ 13 കുടുംബങ്ങളിൽ നിന്നായി 47 പേരെയാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വരും ദിവസങ്ങളിലും അതിതീവ്ര മഴ തുടരും. അതുപോലെ തന്നെ റവന്യൂ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇനി ഏതെങ്കിലും തരത്തിലൊരു അടിയന്തര സാഹചര്യം വരികയാണെങ്കിൽ ആൾക്കാരെയും ജനങ്ങളെയും മാറ്റി പാർപ്പിക്കാനുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം സംസ്ഥാനത്തുടനീളം സജ്ജമാണ്. എന്തായാലും ഈ കാലവർഷത്തിൽ ആദ്യ ഒരു പകുതിയിൽ തന്നെ ശക്തമായ മഴ, ശരാശരിയിലും മുകളിൽ മഴ പ്രതീക്ഷിക്കുന്നു. അത് പ്രധാനമായും വടക്കൻ ജില്ലകളിൽ, ഇന്ന് റെഡ് അലർട്ട് ഉള്ള ജില്ലകളിൽ 5 ജില്ലകളിലാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ തെക്കൻ ജില്ലകളിൽ അതിവേഗത്തിലുള്ള കാറ്റിന്, അത് മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതാണ് അതിശക്തമായ മഴയാണ് വരും മണിക്കൂറുകൾ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത്. അതിനിടെ കുപ്പത്ത് നിന്ന് ഈ മഴക്കെടുത്തിക്കൊപ്പം തന്നെ വരുന്ന മറ്റൊരു വാർത്ത, ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന കുപ്പത്ത് വീണ്ടും മണ്ണിടിഞ്ഞിരിക്കുന്നു എന്നതാണ്. നേരത്തെ ഇടിഞ്ഞ സ്ഥലത്തോട് ചേർന്നാണ് മണ്ണിടിച്ചിലുണ്ടായത്. വലിയ മൺകട്ടകൾ റോഡിലേക്ക് പതിക്കുകയായിരുന്നു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, വലിയ സമരമൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ് കഴിഞ്ഞ ദിവസം. അതിന് പരിഹാരമുണ്ടാക്കുമെന്ന ഉറപ്പും അധികൃതർ നൽകിയതാണ്. ഇന്ന് സംഭവിച്ചത് എന്താണ്? അനുജ, കണ്ണൂർ ജില്ലയിൽ ഇടപെട്ട് ശക്തമായ മഴ തുടരുകയാണ്. ജില്ലയിലെ വ്യാപകമായി അങ്ങനെ മഴക്കെടുതികളോ നാശനഷ്ടങ്ങളോ ഒന്നും, കാര്യമായ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ കുപ്പത്താണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. അവിടെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് തുടർച്ചയായി മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മണ്ണിടിച്ചിൽ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും അവിടെ മണ്ണിടിഞ്ഞിരിക്കുകയാണ്. അവിടെ ആദ്യഘട്ടത്തിൽ മണ്ണും ചെളിയുമൊക്കെയാണ് ഇടിഞ്ഞതെങ്കിൽ ഇപ്പോൾ വലിയ പാറക്കെട്ടുകൾ, അതായത് കുന്നിടിച്ചാണ് ഈ നിർമ്മാണം നടത്തിയത്. അതിന് മുകളിലുള്ള പാറക്കെട്ടുകളൊക്കെ ഇടിഞ്ഞ് ഈ റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ ആശങ്ക അവിടെയുണ്ട്. ഗതാഗതം പൂർണ്ണമായി തന്നെ അതിലൂടെയുള്ള ദേശീയപാതയിലുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. മറ്റ് പയ്യന്നൂരിൽ നിന്ന് വരുന്നവർ
പിലാത്തറയിൽ നിന്ന് KSTP വഴി കണ്ണൂർ പോകണമെന്നും അതോടൊപ്പം തന്നെ കണ്ണൂർ ഭാഗത്തേക്ക് പോകണമെന്നും കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നവർ കുപ്പം പാലത്തിന് സമീപത്ത് വെച്ച് കണ്ണപുരം വഴി പയ്യന്നൂർ ഭാഗത്തേക്ക് പോകണമെന്നൊക്കെ നിർദ്ദേശം, അങ്ങനെ വഴിതിരിച്ചു വിട്ടുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഈ മഴ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ രൂക്ഷമാകുന്ന സാഹചര്യമാണ് കുപ്പത്ത് നിലവിലുള്ളത്. ദേശീയപാത അതോറിറ്റിക്കോ നിർമ്മാണ കരാർ കമ്പനിക്കോ ഇതെന്ത് ചെയ്യണമെന്ന ഇപ്പോൾ ഒരു വ്യക്തതയില്ല എന്നതാണ് നമുക്ക് അവിടെ എത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ അവിടെ ഇത് മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ അത് നീക്കം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഈ മണ്ണിടിച്ചിൽ പൂർണ്ണമായി തടയുന്നതിന് വേണ്ടി ഇനി എന്ത് ചെയ്യും എന്ന കാര്യത്തിലൊക്കെ അവർക്കും ആശയക്കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് നേരത്തെ തന്നെ ഈ ആശങ്ക പങ്കുവച്ചതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ ഇത് പരിഗണിച്ചില്ല, അവരുടെ നാട്ടുകാരിലൊന്നും ആശങ്ക പരിഗണിച്ചില്ല. അന്നത് പരിഗണിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഗതി കുപ്പത്തെ ദേശീയപാത നിർമ്മാണത്തിൽ ഉണ്ടാവുമായിരുന്നില്ല. അതാണ് ദേശീയപാത നിർമ്മാണത്തിനിടെയാണ് കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായെന്നുള്ളത്. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്. അതിന് സമീപത്ത് തന്നെ വീണ്ടും മണ്ണിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്ന വാർത്ത. കൊച്ചി നായരമ്പലത്ത് കടൽക്ഷോഭം രൂക്ഷമാണ്. വെളിയത്താംപറമ്പിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്നു. റാഫി കരീം വിവരങ്ങളുമായി നായരമ്പലത്ത് നിന്നുണ്ട്. റാഫി, ഇത് എത്ര കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ട്? അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ? തീർച്ചയായും ഇവിടുന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നിൽക്കുന്നത് വെളിയത്താംപറമ്പിലാണ്. ശക്തമായ കടൽക്ഷോഭമാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച കടൽക്ഷോഭമാണ് ജനങ്ങളുടെ വീടുകളിലേക്കും ഒപ്പം തന്നെ ഇവിടെ ഒരു ആരാധനാലയമുണ്ട്, അങ്ങോട്ടെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ ഈ ഒരു കടൽക്ഷോഭം തുടർന്നാൽ ഇവിടെ പരിസരത്ത് താമസിക്കുന്ന ആളുകളെ ക്യാമ്പുകളിലേക്കോ മറ്റു വീടുകളിലേക്കോ മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ നിന്ന് ജനപ്രതിനിധികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ കെട്ടിയിരുന്ന സംരക്ഷണ ഭിത്തിയെല്ലാം തകർത്തുകൊണ്ടാണ് കടൽ കരയിലേക്ക് ആഞ്ഞടിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇത് നേരത്തെ തന്നെ ബാഗുകൾ ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷണ ഭിത്തി കെട്ടിയിരുന്നതാണ്. ഈ സംരക്ഷണ ഭിത്തികളെല്ലാം തന്നെ പുലർച്ചെ മുതൽ തുടങ്ങിയ കടൽക്ഷോഭത്തിൽ പൂർണ്ണമായും തകർന്ന സ്ഥിതിയാണുള്ളത്. നേരത്തെ വലിയ പുലിമുട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ പുലിമുട്ടുകളെല്ലാം തന്നെ പുലർച്ചെയുള്ള കടൽക്ഷോഭത്തിൽ തകർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം ഈ സംരക്ഷണ ഭിത്തിയും കടന്നുകൊണ്ട് ജനങ്ങളുടെ വീടുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സമീപ പ്രദേശത്തെ ചില വീടുകളിൽ ഇതിനോടകം തന്നെ കയറിയിട്ടുള്ള ബന്ധു വീടുകളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം നായരമ്പലത്താണ് കടൽക്ഷോഭം രൂക്ഷമാകുന്നത്. വെളിയാത്താംപറമ്പിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അവിടെ ഉള്ളവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് റാഫി കരീം നൽകിയ വിവരം. ഈ മലപ്പുറത്തേക്കാണ്. പറപ്പൂർ ചോലക്കുണ്ടിൽ ശക്തമായ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 3 വീടുകൾ തകർന്നു. ഒരു വീട് പൂർണ്ണമായും 2 വീടുകൾ ഭാഗികമായുമാണ് തകർന്നത്. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, വിശദാംശങ്ങൾ എന്താണ്? അനുജ, ശക്തമായ മണ്ണിടിച്ചിലാണ് ഈ പറപ്പൂർ ചോലക്കുണ്ടിൽ ഉണ്ടായത്. ഇന്ന് പുലർച്ചെ തുടങ്ങിയ ആ ഒരു മണ്ണിടിച്ചിൽ രാവിലെ ആയപ്പോഴേക്കും കൂടുതലായി ഇടിഞ്ഞു വരികയായിരുന്നു. 3 വീടുകളാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന് തറപ്പണി കഴിഞ്ഞ് കുറച്ച് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആൾതാമസം ഉണ്ടായിരുന്നില്ല ഈ 3 വീടുകളിലും. അതിലൊരു വീട് പൂർണ്ണമായും മണ്ണിനടിയിലായിരിക്കുന്നു. ആ വീട് എല്ലാ പണികളും കഴിഞ്ഞ് അതിൽ കയറി താമസിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അത്ര എത്തിയ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീട് പൂർണ്ണമായും മണ്ണിന് അടിയിലായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇത്ര വലിയൊരു മണ്ണിടിച്ചിലുണ്ടായത്. ഇതൊരു ഒരു പ്രദേശമാണ്, അതായത് ഒരു ചെങ്കുത്തായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ നിരവധി വീടുകൾ ഇനിയുമുണ്ട്. അപ്പോൾ അവിടെ മണ്ണിടിച്ചിൽ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീക്ക് കാലിന് പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായിട്ടുള്ള പരിക്കല്ല. അപ്പോൾ ഇത്തരത്തിൽ മഴ കനക്കുകയാണെങ്കിൽ ഇനിയും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശമാണ്. 3 വീടുകൾക്ക് മുകളിലാണ് ഇപ്പോൾ മണ്ണ് വീണിരിക്കുന്നത്. അതിലൊരു വീട് പൂർണ്ണമായും ഈ ചോലക്കുണ്ടിൽ മണ്ണിന് അടിയിലായിരിക്കുന്നു എന്നുള്ള സാഹചര്യമാണ്. അനുജ, മലപ്പുറം പറപ്പൂർ ചോലക്കുണ്ടിലാണ് ശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിലിൽ 3 വീടുകൾ തകർന്നു. ഒരു വീട് പൂർണ്ണമായും അത് മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ട്. 2 വീടുകൾ ഭാഗികമായി തകർന്നു എന്ന വിവരം വിപിൻ സി വിജയൻ നൽകുന്നു. ഇന്നലെ മുങ്ങിയ ലൈബീരിയൻ കപ്പലിൽ നിന്ന് രക്ഷിച്ച നാവികരെ കരയിൽ എത്തിച്ചിരിക്കുന്നു. INS സുജാതയിലാണ് രക്ഷാദൌത്യം. അപകടത്തിൽപ്പെട്ട കപ്പൽ പൂർണ്ണമായി മുങ്ങി. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, നാവികൻ ഉൾപ്പെടെയുള്ളവരെ കരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും സുരക്ഷിതരാണ്, അത് ആശ്വാസകരവുമാണ്.
ലൈബീരിയൻ കപ്പൽ അത് പൂർണ്ണമായും മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കപ്പലിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും കരയിലേക്ക് സുരക്ഷിതമായി തന്നെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നാവികൻ ഉൾപ്പെടെയുള്ളവരെയാണ് കരയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വലിയ ഒരു രക്ഷാപ്രവർത്തനമാണ് നടന്നത്. ആ രക്ഷാപ്രവർത്തനം ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. INS സുജാതയിലാണ് രക്ഷാദൗത്യം. അവരെ കരയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ലൈബീരിയൻ കപ്പലാണ് ഇന്നലെ മുങ്ങിയത്. അതിൽ ഇപ്പോൾ ആശങ്കയുണ്ടാക്കുന്ന അതിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കടലിലേക്ക് ഒഴുകി നടപ്പുണ്ട് എന്നുള്ളതാണ്. അതിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പുണ്ട്. എന്തെങ്കിലും വസ്തുക്കൾ കണ്ടാൽ അതിൽ സ്പർശിക്കാൻ പോകരുത് എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അത് ഇന്നലെ മുതൽ തന്നെ നൽകുന്നുണ്ട്. ആലപ്പുഴ, എറണാകുളം തീരങ്ങളിലാണ് ഈ കണ്ടെയ്നറുകൾ എത്താൻ കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. വിഷ്ണു, മുഴുവൻ പേരെയും കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? അനുജ, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകളാണ് ഈ മുങ്ങിയ കപ്പലിൽ ഉണ്ടായിരുന്നത്. 21 നാവികർ. ആ 21 പേരെയും ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അർണവേഷ് എന്ന കപ്പലിൽ രക്ഷാപ്രവർത്തനം നടത്തിയ അർണവേഷ് എന്ന കപ്പലിലാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ജെട്ടിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവരെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അവരെ പുറത്തേക്ക് ഇറക്കും. ഏകദേശം 20 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നാവികസേനയും നടത്തിയത്. അതിൽ 24 പേർ, ഈ അപകടത്തിൽപ്പെട്ട 24 പേരെയും രക്ഷപ്പെടുത്താനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ 21 പേരെ രക്ഷപ്പെടുത്തി. ഇന്ന് 3 പേരെ, അതായത് ഈ കപ്പൽ കൺട്രോൾ ചെയ്ത് ഇത് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാകുമെന്നൊരു പ്രതീക്ഷ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെയോടുകൂടി ടൈഡ് കുറയുന്ന ഘട്ടത്തിൽ കപ്പൽ ടഗ് ചെയ്ത് കരയിലേക്ക് എത്തിക്കാമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 7:40 കപ്പൽ പൂർണ്ണമായും മുങ്ങുന്ന സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിലാണ് ഈ കപ്പലിനകത്ത് ഇത് നിയന്ത്രിച്ചിരുന്ന ക്യാപ്റ്റനും അതോടൊപ്പം 2 എഞ്ചിനീയർമാരെയും INS സുജാത എന്ന ഇന്ത്യൻ നേവിയുടെ കപ്പലിൽ രക്ഷപ്പെടുത്തിയത്. വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇന്ത്യൻ നേവിയും അതോടൊപ്പം കോസ്റ്റ് ഗാർഡും ചേർന്ന് നടത്തിയെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ സംഭവം അറിഞ്ഞതിന് പിന്നാലെ തന്നെ ഇവിടെ നിന്ന് ഏകദേശം 74 കിലോമീറ്റർ നോട്ടിക്കൽ മൈൽ പറയുകയാണെങ്കിൽ ഒരു 38 നോട്ടിക്കൽ മൈലോളം ദൂരത്തിലാണ് ഈ ആളുകൾ ഉണ്ടായിരുന്നത്, ഈ കപ്പൽ ഉണ്ടായിരുന്നത്. അങ്ങോട്ടേക്ക് വളരെ കൃത്യമായി എത്തി ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഈ നേവിക്കും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിനും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും അവിടെ നിരീക്ഷണമടക്കം തുടരുന്നത്. ഈ കണ്ടെയ്നറുകളുടെ കാര്യത്തിലാണ് ഇപ്പോഴും ഒരു ആശങ്കയുള്ളത്. 643 കണ്ടെയ്നറുകൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു. അതിൽ 13 എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 12 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ആണ്. ഈ ഷിപ്പിന്റെ ടാങ്കുമായി ബന്ധപ്പെട്ട് അതിൽ 84.44 ദശാംശത്തോളം ഡീസൽ ഉണ്ട്. അതോടൊപ്പം തന്നെ 367.1 മെട്രിക് ടൺ ഫർണസ് ഓയിലുണ്ട്. ഈ 2 വസ്തുക്കൾ അവിടെയുണ്ട്. കപ്പൽ മുങ്ങിയ പശ്ചാത്തലത്തിൽ ഈ ഓയിലുകൾ കടലിലേക്ക് പരക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ICG സക്ഷം ഇപ്പോഴും അവിടെ നിരീക്ഷണം തുടരുന്നത്. ആ നിരീക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഇത് കരകളിലേക്ക് എത്താതെ അവിടെ വെച്ച് തന്നെ നിർവീര്യമാക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് അവിടെ ഇപ്പോഴും ആ നിരീക്ഷണം തുടരുന്നത്. ഈ മുങ്ങിയ ആശങ്കയുള്ളത് ആ ഒരു കാര്യത്തിൽ മാത്രമാണ്. ലൈബീരിയൻ കപ്പലിൽ നിന്ന് രക്ഷിച്ച നാവികരെ മുഴുവൻ സുരക്ഷിതരായി തന്നെ കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. INS സുജാതയിൽ ആയിരുന്നു രക്ഷാദൗത്യം. പൂർണ്ണമായും ഈ കപ്പൽ മുങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് വടകരയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണ് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വില്യാപ്പള്ളി സ്വദേശി പവിത്രനാണ് മരിച്ചത്. അഭിജിത്ത് മുഴക്കുന്ന് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്? മറ്റു വിശദാംശങ്ങൾ. അനുജ, ദാരുണമായ സംഭവമാണ്. ഇന്ന് രാവിലെ ഏതാണ്ട് 11 മണിയോടടുപ്പിച്ചാണ് ഈ അപകടമുണ്ടായത്. കൊറ്റ്യാംവെള്ളി ഭാഗത്ത് നിന്ന് വില്യാപ്പള്ളിയിലേക്ക് പോവുകയായിരുന്നു. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്നു പവിത്രൻ എന്ന 64-കാരൻ. വില്യാപ്പള്ളിക്കടുത്തുള്ള കുനിത്താഴ എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ ഒരു തെങ്ങ് കടപുഴകി വീഴുന്നത്. തെങ്ങ് നേരെ സ്കൂട്ടറിലേക്കാണ് പതിക്കുന്നത്. ഈ പവിത്രന്റെ ശരീരത്തിലേക്ക് തെങ്ങ് വീണു. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്നവർ ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിലവിൽ ഇപ്പോൾ മൃതദേഹം വടകര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, വടകരയിലാണ് വയോധികന് ദാരുണാന്ത്യമുണ്ടായത്. ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു. ഓറഞ്ച് അലർട്ടുള്ള ഇടുക്കി ജില്ലയിൽ മുന്നറിയിപ്പില്ലാതെ മലങ്കര ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് മുന്നറിയിപ്പ് നൽകാൻ കഴിയാതിരുന്നതിന് കാരണമെന്നാണ് സൂചന. തൊടുപുഴയാറിലും മൂവാറ്റുപുഴയാറിലും ജലനിരപ്പ് ഉയരുമെന്ന് 24 വാർത്തയ്ക്ക് പിന്നാലെ ജില്ലാ ഭരണകൂടം ഔദ്യോഗിക മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയിൽ ജില്ലയിൽ പലയിടത്തും നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമാണ് MVIPയുടെ അധീനതയിലുള്ള മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തേണ്ടത്. അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രത്യേക അനുമതിയും വാർത്താമാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തുകയും വേണം. എന്നാൽ ഇന്നലെ വൈകിട്ട് ഷട്ടറുകൾ ഉയർത്തുന്ന വിവരം മുന്നറിയിപ്പായി നൽകിയില്ല.
റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നടപടിക്രമങ്ങൾ പാലിച്ച് ഷട്ടറുകൾ തുറക്കുന്നതിന് മുന്നോടിയായി റവന്യൂ വകുപ്പിനെ അറിയിച്ചിരുന്നു എന്നാണ് MVIP വിശദീകരണം. ഇത്തരം കാര്യങ്ങളിൽ ജില്ലാ ഭരണകൂടം ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. മലങ്കര ഡാം ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അത് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ ചോദിച്ചുകൊണ്ട് DDMAക്കും തഹസിൽദാർക്കും എല്ലാം ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. ആ പെർമിഷൻ അവർ ടൈപ്പ് ചെയ്ത് ഓർഡറാക്കി തന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നതനുസരിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളത് ഡാമിന്റെ സുരക്ഷിതത്വത്തിന് വളരെ അത്യാവശ്യമാണ്. ഇന്നലെ രാത്രി മുതൽ ഇടുക്കി ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുകയാണ്. കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ശാന്തൻപാറയിൽ മരമൊടിഞ്ഞു വീണ് ഒരു വീടിന് കേടുപാട് സംഭവിച്ചു. രാമക്കൽമേട്ടിൽ കനത്ത മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മറിഞ്ഞ് അപകടമുണ്ടായി. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാര മേഖലയിലും നിർമ്മാണ മേഖലയിലും ഉൾപ്പെടെ ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 ഇടുക്കി. ഉത്തരേന്ത്യയിൽ കനത്ത കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ACP ഓഫീസിന്റെ മേൽക്കൂര തകർന്നു വീണ് സബ് ഇൻസ്പെക്ടർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. വെള്ളക്കെട്ടിനെ തുടർന്ന് ഡൽഹിയിൽ പലയിടത്തും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ഡൽഹി വിമാനത്താവളത്തിലെ 100-ലേറെ സർവീസുകൾ മുടങ്ങി. പഞ്ചാബിൽ രൂപം കൊണ്ട കാറ്റ് ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ് എന്നീ 4 സംസ്ഥാനങ്ങളിലടക്കം വ്യാപക നാശം വിതച്ചു. കനത്ത കാറ്റിലും മഴയിലും ഗാസിയാബാദിലെ ACP ഓഫീസിന്റെ മേൽക്കൂര തകർന്നു വീണ് പോലീസ് സബ് ഇൻസ്പെക്ടർ വീരേന്ദ്ര മിശ്ര മരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചതായി റൂറൽ DCP സുരേന്ദ്രനാഥ് ത്രിപാഠി അറിയിച്ചു. മണിക്കൂറിൽ 80 കിലോമീറ്ററിലേറെ വേഗതയിൽ അടിച്ച കാറ്റിൽ നിരവധി കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 100-ലേറെ സർവീസുകളടക്കം 4 സംസ്ഥാനങ്ങളിലായി 200-ഓളം വിമാന സർവീസുകളെ മഴയും കൊടുങ്കാറ്റും ബാധിച്ചു. ശനിയാഴ്ച രാത്രി 11:30 മുതൽ ഇന്ന് വൈകിട്ട് 4 മണിവരെ 49 സർവീസുകൾ വഴിതിരിച്ചുവിട്ടതായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. കനത്ത മഴയിൽ ഡൽഹി ITO, മിന്റോ റോഡ് തുടങ്ങിയ ഇടങ്ങളിൽ ഉണ്ടായ വെള്ളക്കെട്ട് വാഹനഗതാഗതത്തെ ബാധിച്ചു. സഫ്ദർജംഗിൽ മാത്രം 5 മണിക്കൂറിനിടെ 81.3 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. പത്തനംതിട്ടയിൽ ഹോം നേഴ്സിന്റെ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ 59-കാരൻ മരിച്ചു. അൽസൈമേഴ്സ് രോഗബാധിതനായ ശശിധരൻ പിള്ളയെ 1 മാസം മുൻപാണ് ഹോം നേഴ്സ് അതിക്രൂരമായി മർദ്ദിച്ചത്. വിഷ്ണുവിന്റെ മർദ്ദനത്തെ തുടർന്നാണ് ശശിധരൻ പിള്ള മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ക്രൂരപീഡനമാണ് ശശിധരൻ പിള്ളയ്ക്ക് ഹോം നഴ്സ് വിഷ്ണുവിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത്. മദ്യപാനശീലമുള്ള വിഷ്ണു ശശിധരൻ പിള്ളയെ ക്രൂരമായി മർദ്ദിച്ചു. വീട്ടുകാരോട് വീണ് പരിക്കുപറ്റിയതാണെന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് മാറ്റി. സംശയം തോന്നിയ ബന്ധുക്കൾ CCTV പരിശോധിച്ചപ്പോഴാണ് ക്രൂരമർദ്ദനത്തിന്റെ കഥ പുറത്തു വന്നത്. ഹോം നഴ്സ് വിഷ്ണുവിന്റെ മർദ്ദനമാണ് ശശിധരൻ പിള്ളയുടെ മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ശശിധരൻ പിള്ളയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ വിഷ്ണു റിമാൻഡിലാണ്. ശശിധരൻ പിള്ളയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി കൊലക്കുറ്റം ചുമത്താനാണ് പോലീസ് ആലോചന. 24 പത്തനംതിട്ട. പ്രീമിയം ട്രീറ്റഡ് ഹാർഡ്വുഡിന്റെ പുതിയ ശ്രേണിയുമായി VS ട്രീറ്റ് എന്ന ബ്രാൻഡ് ലോഞ്ച് ചെയ്തു. 40 വർഷത്തിലേറെ വ്യവസായ പാരമ്പര്യമുള്ള VS ടിംബേഴ്സിന്റെ കീഴിൽ ആരംഭിച്ച പുതിയ ബ്രാൻഡാണ് VS ട്രീറ്റ്. 25 വർഷത്തെ വാറണ്ടിയാണ് ഉപഭോക്താക്കൾക്ക് കമ്പനി ഉറപ്പ് നൽകുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള മരങ്ങളാണ് തടിക്കായി തിരഞ്ഞെടുക്കുന്നതെന്ന് VS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ PU സിദ്ദിഖ്, ഡയറക്ടർ ഷഹീൻ VS, ഷഹബാസ് VS, നിഹിൻ ഇസ്മായിൽ എന്നിവർ പറഞ്ഞു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വർഷങ്ങളായി VS ടീസിന് തടികൾ എത്തിച്ചു നൽകുന്ന കമ്പനി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. മര വ്യവസായത്തിൻ്റെ അനുഭവ സമ്പത്ത് മുതൽക്കൂട്ടാക്കി വെച്ച് ഇന്ന് ഞങ്ങളുടെ ഉപ്പാട സാന്നിധ്യത്തിൽ ഞങ്ങൾ 3 ബ്രദേഴ്സുകളും കൂടി ട്രീറ്റ് എന്ന എക്സോട്ടിക് വേരിയൻസായ 6 സ്പീഷീസുകൾ ട്രീറ്റ് എന്ന ബാനറിൽ ഇറക്കുകയാണ്. ട്രീറ്റ് എന്ന ബ്രാൻഡിൻ്റെ ഉദ്ദേശം തന്നെ മരത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എൻഡ് കസ്റ്റമറിന് കറക്റ്റായിട്ട് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സൗത്ത് അമേരിക്ക, ബർമ്മ, ഇന്തോനേഷ്യ എന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത 6 ടൈപ്പ് സ്പീഷീസുകളാണ് ഞങ്ങൾ ഇതിനകത്ത് 6 വെറൈറ്റീസ് ഓഫ് സ്പീഷീസുകളാണ് ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.